السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ഇന്ന് വലിയ മുസ്ലിം സംഘടന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കക്ഷിയാണ്, വിഭാഗമാണ് ഷിയാക്കൾ. സത്യത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ കുപ്പായം മാത്രം അണിഞ്ഞു വന്ന ജൂതനായ അബ്ദുല്ലാഹിബിൻ സബ എന്ന വ്യക്തി കുത്തിയിട്ട വിത്താണ് ഷിയായിസം. അപ്പം ഷിയായിസത്തിൻ്റെ അപകടം എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ യഥാവിധി പറയാനും പറയുന്ന കാര്യങ്ങളിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാനും റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. ഞാൻ എൻ്റെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ള വിഷയം വലിയൊരു വിഷയമാണത്. കേവലം 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കുക എന്നുള്ളത് അത് വലിയ ഒരു പ്രയാസമുള്ള വിഷയം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരം ഉണ്ടാകുക. നിങ്ങളെല്ലാ ആളുകളും വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളെ നോക്കിക്കാണുക. അതിൽ 1-ാമത്തെ പോയിന്റ് ഷിയായിസത്തിൻ്റെ തുടക്കം. 2-ാമത്തെ പോയിന്റ് ഷിയാക്കളുടെ വിശ്വാസപരമായ പിഴവുകൾ. 3 ഷിയായിസത്തിൻ്റെ അപകടം. ഈ 3 പോയിന്റിലായിക്കൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കുക. അതിൽ 1-ാമത്തെ പോയിന്റ് ഷിയായിസത്തിൻ്റെ തുടക്കം. എവിടെ നിന്നാണ് ഷിയായിസം തുടങ്ങുന്നത്? നമുക്കറിയാം, അറബി ഭാഷയിൽ ഷിയ എന്ന് പറഞ്ഞാൽ കക്ഷി എന്നാണ് അർത്ഥം. ബഷീഅത്തു അലി എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കക്ഷി.
അതൊന്നുകൂടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ചില ആളുകൾ. എങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു ഫാൻസ് എന്ന രൂപത്തിൽ വരാനുള്ള കാരണം? പണ്ട് മുതലേ ഒരു വീര പരിവേഷം അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു വീര പരിവേഷം ഉണ്ടാകാൻ ചില കാരണങ്ങളൊക്കെ ആളുകൾ പറയാറുണ്ട്. ഒന്ന്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലുൽ ബൈത്തിൽപ്പെട്ട വ്യക്തിയാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ്. മൂന്ന്, പല യുദ്ധങ്ങളിലും ഒരു വീര പരിവേഷം അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഖൈബറിൻ്റെ രണഭൂമി, ഖന്തക്കിൻ്റെ രണഭൂമി, ഖന്തക്ക് യുദ്ധത്തിലൊക്കെ കുറേ മുസ്ലിങ്ങളായ ആളുകളുടെ ഭാഗത്തേക്ക് ശത്രുക്കളായ ആളുകളുടെ ഭാഗത്ത് നിന്ന് അംർ ബിൻ അബ്ദു വുദ് എന്ന് പറയുന്ന ആൾ വരുന്നുണ്ട്. ഞാൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ധൈര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നൊരു ഉദാഹരണം മാത്രമാണ്. അംർ ബിൻ അബ്ദു വുദ് എന്ന് പറയുന്ന ആൾ വന്നിട്ട് മുസ്ലിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഞാനുമായി ദന്തയുദ്ധം നടത്താൻ, അഥവാ ഒറ്റക്കൊറ്റക്ക് പോയി പോരാടാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ മുമ്പിലേക്ക് വരണം. മുമ്പിലേക്ക് നിന്നത് യുവാവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഇപ്പുറത്ത് നിന്ന് അംർ പറയുന്നുണ്ട്, അലി, എനിക്ക് നിന്നെ വധിക്കണമെന്ന് ആഗ്രഹമില്ല, നീ യുവാവാണ്. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുത്ത മറുപടി, അംറേ, എനിക്ക് നിന്നെ വധിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കലിമൂണ്ട കോപാന്തനായ അംർ ബിൻ അബ്ദു വുദ് അദ്ദേഹത്തിൻ്റെ കുതിരൻ്റെ പുറത്തു നിന്ന് താഴേക്ക് ഇറങ്ങി. നിഷ്പ്രയാസം അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വകവരുത്തി. അപ്പം അത്രത്തോളം ഒരു പല യുദ്ധങ്ങളിലും ഒരു വീര പരിവേഷമുള്ള ആളായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പം അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു വിഭാഗം ആളുകൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്, അതങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതുമൂലം വലിയൊരു പ്രയാസമൊന്നും ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഇത്തരം ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവരെ കൊണ്ട് വലിയൊരു ഫിത്ന ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തരം ആളുകൾ തല പൊക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ്. എന്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ വരാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിനും ഫിത്നക്കും ഇടയിലുള്ള വാതിൽ ഉമറാണ്. അഥവാ ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇസ്ലാമിലേക്ക് ഫിത്നകൾ, ദീനിലേക്ക് ഫിത്നകൾ കടന്നു വരില്ല. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു എന്ന വാതിൽ തകർക്കപ്പെടും, അഥവാ ഉമർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടും. അതിനുശേഷമായിരിക്കും ദീനിൽ ഫിത്നകൾ അധികരിക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിലേക്ക് ഇത്തരത്തിലുള്ള ഫിത്നകൾ ധാരാളമായി കൊണ്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഒരു സാത്വികനായ, ഒരു തഖ്വയുള്ള, ഒന്നുകൂടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞൊരു സാധുവായ മനുഷ്യനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒരുപാട് പ്രത്യേകതയുണ്ട്. മറ്റുള്ള സ്വഹാബികൾക്ക് ആർക്കും ഇല്ലാത്ത ചില പ്രത്യേകതകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്. ലോകത്ത് ഒരാളും ഒരേ പ്രവാചകൻ്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചിട്ടില്ല. അത് കഴിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ആർക്ക് മാത്രമാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്രാഹിം നബിൻ്റെയും ലൂത്ത് നബിൻ്റെയും കാലശേഷം കുടുംബസമേതം ഹിജറ ചെയ്ത 1ാമത്തെ കുടുംബം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവുമായിക്കൊണ്ട് ഏറെ രൂപസാദൃശ്യമുള്ള സ്വഭാവമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെത്. മലക്കുകൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ലജ്ജിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബൈഅത്ത് റിദ്വാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി മക്കയിലേക്ക് പോയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. മദീനയിലെ റൂം കിണർ ആരാണ് സ്വഹാബ വാങ്ങുക? അവന് സ്വർഗം ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ജൂതൻ്റെ കയ്യിൽ നിന്ന് റൂം കിണർ വാങ്ങിക്കൊടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ആ മുസ്ലിങ്ങളായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മദീനയിൽ നിസ്കരിക്കാനുള്ള സ്ഥലമില്ലാത്ത സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ നബവിയുടെ തൊട്ടരികെയുള്ള സ്ഥലം വാങ്ങി അത് പള്ളിക്ക് വെറുതെ കൊടുത്തിട്ടുണ്ട്. തബൂക്കിൻ്റെ രണഭൂമിയിൽ 1000 സ്വർണ്ണ നാണയം, 700 ഊക്കിയ, ഇതെല്ലാം നൽകണതാരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഈ 1000 സ്വർണ്ണ നാണയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഇങ്ങനെ കിട്ടിയിട്ട് ആ സ്വർണ്ണ നാണയത്തിൽ ചെറിയ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞ വാക്കാണ്, ഉസ്മാൻ, ഇത് നിങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള പ്രത്യേകതയുള്ള സ്വഹാബിയാണ്
ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവം പോലെയല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവം. ഓരോ മനുഷ്യന്മാർക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് അബ്ദുല്ലാഹി ബിൻ സബ എന്ന് പറയുന്ന ജൂതനായ വ്യക്തി തലപൊക്കണത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നബിൻ്റെ കാലഘട്ടത്തിലും അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹും ഇവരുടെയൊക്കെ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ വലിയൊരു ഫിത്നയായി കൊണ്ടുവരുന്നത് എപ്പോഴാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ അബ്ദുല്ലാഹി ബിൻ സബ ആരാണ്? അയാൾ ജൂതനാണ്. അയാളുടെ ഉമ്മ ഒരു ജൂത സ്ത്രീയും വാപ്പ യമനിയായ മുസ്ലിമായിരുന്നു. ഇയാളാണ് ഇതിൻ്റെ തുടക്കക്കാരൻ. ഇയാൾ ആദ്യം എന്ത് ചെയ്തു? ആ കാലഘട്ടത്തിലൊക്കെ കുറേ പുതുമുസ്ലിങ്ങളായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. പല മുതിർന്ന സ്വഹാബത്തും മരണപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ വസ്വാസാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഇതാണ് ശിയായിസത്തിൻ്റെ തുടക്കം. ആദ്യം പോയി പറഞ്ഞ വാക്ക്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാളിൻ്റെ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരും. അതേപോലെ തന്നെ ആരും വരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വരും എന്ന് ആദ്യം ഇയാൾ പറഞ്ഞുണ്ടാക്കി. പക്ഷെ അത് വലിയ രൂപത്തിൽ ആളുകൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ രണ്ടാമത്തെ വാദം എടുത്തു. നിർത്തി പോണില്ല. രണ്ടാമത്തെ വാദം എന്താ? അയാൾ പറഞ്ഞു, ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അടുത്ത ഖലീഫ ആകേണ്ടത് ആരാ? അലിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇത് തട്ടിയെടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയ എന്ന് പറഞ്ഞാൽ നബി വസീയത്ത് ചെയ്തത്, അടുത്ത ഖലീഫയായിക്കൊണ്ട് വസീയത്ത് ധാരണയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മദീനയിലുണ്ടായിരുന്ന മുതിർന്ന സ്വഹാബത്തൊക്കെ ഈ വാദത്തെ എതിർത്തു. അത് ഏറ്റവും കൂടുതൽ എതിർത്തത് ആരാണെന്നറിയോ? അലി റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഈ വാദത്തെ ആദ്യമായിക്കൊണ്ട് അല്ലെങ്കിൽ ശക്തമായിക്കൊണ്ട് എതിർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ ആരുണ്ട്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പം ഇങ്ങനെ ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ ചില സംഭവങ്ങൾ ഉണ്ടായി. അത് ഇവരുടെ വാദത്തിന് വലിയ മുതൽക്കൂട്ടുണ്ടാക്കി. ഒന്നാമത്തെ സംഭവം എന്താണെന്നറിയോ? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നെഴുതിയ മോതിരം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാൻ അറിയില്ല. അപ്പോൾ സഹാബത്ത് എഴുതിയാൽ ഈ കത്ത് പിന്നീട് എന്ത് ചെയ്യലാണ്? ഈ മോതിരം വെച്ച് സീല് വെക്കലാണ്. ആ മോതിരത്തിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ശരി, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന് കിട്ടി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ആ മോതിരം കിട്ടി. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബിഅർ അരീസ് എന്ന് പറയുന്ന മദീനത്തെ കിണറാണ്. ഇന്നും ആ കിണറുണ്ട്. ബിഅർ അരീസ് എന്ന് പറയുന്ന കിണറിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം അതിൽ ഒരു കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആ മോതിരം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് നേരെ കിണറ്റിലേക്ക് വീണു. അപ്പോൾ ഇത് ഈ അബ്ദുല്ലാഹി ഇബ്നു സബവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ ആളുകളും വലിയ ആഘോഷമാക്കി. ഇതൊരു ദുശകുനമാണ്. ശരിക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന് അർഹനല്ല എന്ന് പറഞ്ഞിട്ട് ഈ സംഭവത്തെ വലിയ പെരുപ്പമാക്കി കാണിച്ചു കൊടുത്തു. അതാണ് ഒന്നാമത്തെ സംഭവം. ശരിക്ക് ഈ ചരിത്ര സംഭവത്തിന് എന്തില്ല? ഒരു സ്വഹീയായിട്ടുള്ള റിവായത്തും ഇല്ല, ഒരു സ്വഹീയായിട്ടുള്ള ഒരു പിൻബലവും ഇല്ല. ഇതിങ്ങനെ ആളുകൾ പറഞ്ഞുണ്ടാക്കണ ഒരു വാദം മാത്രമാണ്. ശരി, ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ സംഭവം, ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇനി അടുത്ത ഖലീഫയായിക്കൊണ്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഓരോ നാട്ടിലേക്കും ഓരോ ഗവർണർമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ ഗവർണർമാരെ ഒരു കൊല്ലം കഴിയാതെ നിങ്ങൾ മാറ്റരുത്. കാരണം ഒരു ഗവർണർ വന്നു, അടുത്ത ഗവർണർ വീണ്ടും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രയാസമാകും. അപ്പോൾ ഇപ്പം ഞാൻ നിശ്ചയിച്ച ആളുകളെ ഒരു കൊല്ലം നിങ്ങൾ നിർത്തണം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ കിട്ടത്തിനനുസരിച്ച് മാറ്റാം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് സമ്മതിച്ചു. ഒരു കൊല്ലത്തിന് ശേഷം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കൂഫയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. വലിയ ഫിത്നയുള്ള ഒരു നാടായിരുന്നു കൂഫ എന്നുള്ളത്. നമുക്ക് കാണാൻ കഴിയും. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയെ കൊടുത്താൽ അവർ പറയും ഇയാൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയും. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളെ കൊടുത്താൽ അതും പ്രശ്നമാണ്. എന്ത് നോക്കിയാലും പ്രശ്നമുള്ള ഒരു നാടായിരുന്നു. അപ്പോൾ കൂഫയിൽ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖലീഫനെ മാറ്റി. ഒരു കൊല്ലം കഴിഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവിടുത്തെ ഗവർണർ മാറ്റിയിട്ട് അവിടെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നു. ഇതും പ്രശ്നമാക്കി. കാരണം എന്താണെന്നറിയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബനു ഉമയ്യ ഗോത്രക്കാരനാണ്, മുആവിയ റളിയല്ലാഹു അൻഹു ബനു ഉമയ്യ ഗോത്രക്കാരനാണ്. അപ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്തു? ആളുകൾക്കിടയിൽ വീണ്ടും പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായ ആളുകളെ ഭരണം നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കി. അപ്പോൾ ഇത് മദീനയിൽ ഇയാളുടെ വാദത്തിന് വലിയ രൂപത്തിൽ
പിന്നെ സ്വാധീനം ഇല്ലാതെ വന്നപ്പോൾ ഇയാൾ നേരെ ബസറയിലേക്കും കൂഫയിലേക്കും പോയി. എന്താ ബസറിൻ്റെയും കൂഫറിൻ്റെയും പ്രത്യേകത? അവിടെ സ്വഹാബത്ത് കുറവാണ്. മക്കയും മദീനയും വെച്ച് നോക്കുമ്പോൾ ബസറയും കൂഫ എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് കുറവാണ്. അങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂട്ടി, ഈ മനുഷ്യന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂട്ടി തീവ്രവാദികളായ ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവർ മദീനയിൽ വന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി പറ്റിയ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിന്നു. അപ്പോഴാണ് ഹജ്ജിന്റെ സമയമാകുന്നത്. ഹജ്ജിന്റെ സമയമായി പല പ്രഗത്ഭന്മാരായ സ്വഹാബത്തും അലി റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ ഹജ്ജിന് വേണ്ടി മദീനത്ത് നിന്ന് എവിടേക്ക് പോയി? മക്കയിലേക്ക് പോയി. അപ്പോൾ മദീനയിൽ വളരെ കുറച്ച് സ്വഹാബത്ത് മാത്രമേ ഉള്ളൂ. ഈ ആളുകൾ വന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് വളഞ്ഞ് 40 ദിവസം അദ്ദേഹത്തെ ഉപരോധിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ച് കയറി അദ്ദേഹത്തെ വധിക്കണം. ഒരു വ്യാഴാഴ്ച ദിവസമാണ് അദ്ദേഹത്തെ വധിക്കണത്. വധിക്കണ സമയത്ത് അദ്ദേഹം നോമ്പുകാരനാണ്. കുടിക്കാനുള്ള വെള്ളം ചോദിക്കുന്ന സമയത്ത് കൊടുക്കണില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ നാഇല ബിൻത് ഫറാഫിസ പറയുന്നുണ്ട്, റൂമാ കിണർ, മുസ്ലിങ്ങൾക്ക് വെള്ളമില്ലാത്ത കാലഘട്ടത്തിൽ റൂമാ കിണർ ജൂതൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അത് മുസ്ലിങ്ങൾക്ക് വെറുതെ കൊടുത്തതാരാ? ഉസ്മാനാണ്. ആ ഉസ്മാനാണ് നിങ്ങൾ വെള്ളം കൊടുക്കാത്തത്. ശത്രുക്കളായ ആളുകൾ അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടി ഓങ്ങിയപ്പോൾ നാഇല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മേലേക്ക് കടന്നു. എങ്ങനെ നോക്കിയിട്ടും പിടിച്ചു മാറ്റാൻ കഴിയുന്നില്ല. അവസാനം ശത്രുക്കൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യൻ്റെ വിരലുകൾ മുറിച്ച് മാറ്റിയിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കണത്. ഇങ്ങനെ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച വിവരം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സ്വഹാബത്ത് അറിഞ്ഞു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇവർ തിരിച്ച് നാട്ടിലേക്ക് എത്തിയപ്പോൾ നാട്ടിലുള്ള ആളുകൾ, ഞാൻ പറയണ വലിയ ചരിത്രമാണ്, ഞാൻ പരമാവധി ചുരുക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾ എന്ത് ചെയ്തു? അടുത്ത ഖലീഫയായിക്കൊണ്ട് തീരുമാനിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, ഇവർ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തത്തിന് പ്രതികാരം ചോദിക്കണം, അഥവാ ആ ഘാതകരെ വധിക്കണം, ഒന്നാമതായി അത് തീർക്കണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തീർച്ചയായും നമുക്കതിന് പ്രതികാരം ചോദിക്കാം, പക്ഷേ ഇപ്പം നാട്ടിലാകെ കലാപമാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആ നാടൊന്ന് ശാന്തമാക്കണം, എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിനെതിരെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് പിന്നീട് ഈ ഷിയാക്കളായ ആളുകൾ, അബ്ദുല്ലാഹി ഇബ്നു സബഇന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇടപെട്ട് അത് അവസാനം എത്തിയത് ജമൽ യുദ്ധത്തിലാണ്. എന്താ ജമൽ യുദ്ധത്തിന്റെ പ്രത്യേകത എന്നറിയോ? ആയിഷ ബീവി ഒരൊട്ടകത്തിന്റെ പുറത്താണ് യുദ്ധത്തിന് വന്നത്. അതുകൊണ്ടാണ് ജമൽ യുദ്ധം എന്ന് വരാനുള്ള കാരണം. അപ്പോൾ രാത്രി യുദ്ധം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഇവരെന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹു ആയിഷ ബീവി ഇരുന്ന് ഉടമ്പടി ഉണ്ടാക്കി, നമുക്ക് യുദ്ധമൊന്നും വേണ്ട, യുദ്ധം അവസാനിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് കരാറുണ്ടാക്കി. സുബൈ നിസ്കാരത്തിന് ശേഷം സൈന്യത്തോട് വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. ഇതാർക്ക് സഹിക്കണില്ല? അബ്ദുല്ലാഹി ഇബ്നു സബഇനും കൂട്ടർക്കും സഹിക്കണില്ല. ഇവരെന്ത് ചെയ്തു? ഇരു സൈന്യത്തിലും, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിലും ആയിഷ ബീബിൻ്റെ സൈന്യത്തിലും അബ്ദുല്ലാഹി ഇബ്നു സബഇൻ്റെ കൂട്ടാളികളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സബഇ അവരോട് പറഞ്ഞു, നിങ്ങൾ രാത്രിയാകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ടെൻറ്റിൽ നിന്ന് ആയിഷ ബീബിൻ്റെ ടെൻറ്റിലേക്ക് അമ്പെയ്യണം. അപ്പോൾ അലി റളിയല്ലാഹു എന്ത് വിചാരിക്കും? ആയിഷ ബീബി ഉടമ്പടി ലംഘിച്ചു എന്നുള്ളത്. അതേപോലെ തന്നെ ആയിഷ ബീബിൻ്റെ ടെൻറ്റിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ടെൻറ്റിലേക്കും അമ്പെയ്യണം. ഇവർ അങ്ങനെ അമ്പെയ്തു. അത് പിന്നീട് വലിയ യുദ്ധത്തിൽ കലാശിച്ചു. അതാണ് ജമൽ യുദ്ധം. അതേപോലെ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ വധിക്കണമെന്ന ലക്ഷ്യം വെച്ച് ഒരു സംഘം പുറപ്പെട്ടു. അതാണ് പിന്നീട് സിഫീൻ യുദ്ധത്തിലേക്ക് കലാശിക്കുന്നത്. അങ്ങനെ ആ സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വന്ന ഒരു വിഭാഗം ആളുകൾ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, വിധി പറയാൻ അള്ളാഹുവിന് മാത്രമേ അർഹതയുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹു ഒക്കെ വിധി പറഞ്ഞു. അതുകൊണ്ട് അവരൊക്കെ കാഫിറുകളാണെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ തെറ്റിപ്പോയി. അവരാണ് ഖവാരിജികൾ. അവരുമായിട്ട് പിന്നീട് എന്ത് ചെയ്തു? നെഹ്റുവാൻ യുദ്ധം നടന്നു. ഈ ഖവാരിജികൾ കൂട്ടത്തിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന വ്യക്തിയാണ് ആരെ കൊല്ലണത്? അലി റളിയല്ലാഹു അൻഹു. ശരിക്കും ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ആരാന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂഫയിൽ നിന്ന് ആളുകൾ കത്തെഴുതി ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഒരാളെ പറഞ്ഞയക്കണം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് കത്തെഴുതി, അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ഇല്ലേ എന്നുള്ളത്. ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വീട് നിങ്ങൾ വിശാലാക്കി അദ്ദേഹത്തിന് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെ ദീനി വിഷയത്തിൽ ഫിഖിഹിൻ്റെ മേഖലയിലേക്ക് അപാര പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു ആരെ? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. പക്ഷെ തലയിലേക്ക് തീവ്രവാദം കയറിയപ്പോൾ തെറ്റിപ്പോവുകയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പിന്നീട് ഭരണസ്ഥാനത്തേക്ക് ഹിജാസിലെ ആളുകൾ ഖലീഫയായിക്കൊണ്ട് തീരുമാനിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ സിറിയയിലെ ആളുകൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും തീരുമാനിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു 6 മാസത്തിന് ശേഷം മുആവിനോട് പറഞ്ഞു, എനിക്ക് ഭരണം വേണ്ട, നിങ്ങളെ ഞാൻ ഭരണാധികാരിയെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഭരണത്തിൽ നിന്ന് ഇറങ്ങി. പിന്നീട്
ഹസൻ റളിയല്ലാഹു അൻഹു മരിക്കണത് വിഷം തീണ്ടിയിട്ടാണ്. ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്, ഈ ഷിയാക്കളായ ആളുകളുടെ പ്രവർത്തനം മൂലമാണ് അദ്ദേഹം വിഷം തീണ്ടിയിട്ടാണ് മരിക്കണത്. അങ്ങനെ ആ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും കൂഫയിലെ ഷിയാക്കളായ ആളുകൾ എന്ത് ചെയ്യണം, അവർ പണി നിർത്തുന്നില്ല. അവർ വീണ്ടും എന്ത് ചെയ്തു, കത്തെഴുതി. കത്തെഴുതുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, മുആവിയനെ ഞങ്ങൾ ഭരണാധികാരിയായിട്ട് അംഗീകരിക്കണില്ല, നിങ്ങൾ കൂഫയിലേക്ക് വരണം, നിങ്ങളെ ഖലീഫാക്കാൻ ഞങ്ങൾ സമ്മതമാണ്. വെറുതെ ഒരു വാക്കല്ല. എല്ലാ ദിവസവും 600 കത്തുകൾ കൂഫയിൽ നിന്ന് മദീനത്തേക്ക് വന്നു. 12,000-ഓളം കത്തുകൾ. ഇപ്പം ഇന്ന് കത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നത് പോലെയല്ല. ഒരു മനുഷ്യൻ കൂഫയിൽ നിന്ന് എന്ത് ചെയ്യാണ്, മദീനത്തേക്ക് ഈ കത്തുമായിട്ട് വരിക. എല്ലാ ദിവസവും 600 കത്ത് നിന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ 12,000 കത്ത് കിട്ടി. പല സ്വഹാബത്തും പറഞ്ഞു, നിങ്ങൾ പോകരുത്, കൂഫക്കാർ ചതിക്കും, നിങ്ങളുടെ വാപ്പാനെ ചതിച്ച ആളുകൾ, അഥവാ അലി റളിയല്ലാഹു അൻഹുവിനെ ചതിച്ച ആളുകളാണ്, നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല. അപ്പം പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ആദ്യം മുസ്ലിം ബിൻ അഖീൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനെ പറഞ്ഞയച്ചു. ആ കുടുംബക്കാരൻ കൂഫയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താ, 10,000-കണക്കിന് കൂഫയിലെ ഷിയാക്കളായ ആളുകൾ പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ വേഗം കത്തെഴുതി, നിങ്ങൾ വന്നോളി, 10,000-കണക്കിന് ആളുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോഴാണ് ആ കാലഘട്ടത്തിലെ ഭരണാധികാരി യസീദ് ഈ വിവരമൊക്കെ അറിയണത്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദ് ഈ വിവരം അറിയണത്. യസീദ് എന്ത് ചെയ്തു, കൂഫയിലെ ഗവർണർ സ്ഥാനം നുഅ്മാൻ ഇബ്നു ബഷീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പിന്നെ ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയിട്ട് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന് പറയുന്ന വ്യക്തിയാക്കി. ഈ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് 70ഓളം ആളുകളുമായി കൊണ്ട് കൂഫയിലെത്തി. കൂഫയിലെത്തിയ സമയത്ത് കൂഫക്കാരുടെ ധാരണ ആരാന്നാണ്, ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണെന്നാണ്. അങ്ങനെ അവർ വിളിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരമകനെ അങ്ങേക്ക് സ്വാഗതം എന്നൊക്കെ അവർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഉബൈദുള്ള നേരെ കൊട്ടാരത്തിൽ പോയിട്ട് നുഅ്മാൻ ഇബ്നു ബഷീറിനെ മാറ്റിയിട്ട് പിന്നീട് ഭരണാധികാരിയായിട്ട് ആര് വന്നു, ഈ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് വന്നു. ഈ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് ഭരണാധികാരിയായിട്ട് വന്നപ്പോൾ മുസ്ലിം ബിൻ അഖീലും കൂഫയിലെ ഷിയാക്കളായ ആളുകളും അത് ചോദിക്കാൻ വേണ്ടി പോയി. 12,000 ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഉബൈദുള്ള നല്ല കുശാഗ്രഹ ബുദ്ധിയുള്ള ആളാണ്. ഈ വന്ന ഷിയാക്കളായ ആളുകൾക്ക് സമ്മാനങ്ങൾ നൽകി. ഓരോരുത്തരെയും കാണേണ്ട രൂപത്തിൽ കണ്ടു. രാവിലെ 12,000 ആളുകൾ ഉണ്ടാകുന്നട്ടോ അസറായപ്പോഴേക്ക് 70 പേര്, ബാക്കിയുള്ള എല്ലാ ആളുകളും ഒഴിവാക്കി. മഗ്രിബ് നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ 30 ആളുകൾ, നിസ്കാരം കഴിഞ്ഞപ്പോൾ 10 പേര്. നിസ്കാരം കഴിഞ്ഞ ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്നെ മുസ്ലിം ബിൻ അഖീൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾ മാത്രം, ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ മുസ്ലിം ബിൻ അഖീൽ മാത്രം. എല്ലാ ആളുകളും അദ്ദേഹത്തെ കൈയൊടിഞ്ഞു. അതപ്പോൾ വിളിച്ചു വരുത്തിയ ആളുകളാണ്. ആ വിളിച്ചു വരുത്തത് ആരാ, ഈ കൂഫയിലെ ഷിയാക്കളായ ആളുകളാണ്. എല്ലാവരും കൈയൊഴിഞ്ഞു. അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല. അവസാനം മുസ്ലിം ബിൻ അഖീൽ അവിടെയുള്ള ഒരു വീട്ടിൽ പോയി വാതിൽ മുട്ടി. ഒരു വൃദ്ധയായ സ്ത്രീയാണ്. അവരോട് പറഞ്ഞു, ഞാൻ മുസ്ലിം ബിൻ അഖീലാണ്, കൂഫക്കാരനെ ചതിച്ചിട്ടുണ്ട്, ഒരു രാത്രി രാപ്പാർക്കാനുള്ള അനുവാദം നൽകണം. ആ സ്ത്രീക്ക് പാപം തോന്നിയിട്ട് അനുവാദം കൊടുക്കും. പിറ്റേന്ന് രാവിലെ ഈ വൃദ്ധയായ സ്ത്രീയുടെ മകൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു അപരിചിതനായ മനുഷ്യനെ കാണാണ്. ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ അതാരാണ്? ഉമ്മ ഇവിടുന്ന് ഒന്നും ഉണ്ടാകാണ്ട് കരയാണ്. മോനെ നീ പറയരുത്, പറഞ്ഞാൽ ഉബൈദുള്ളാന്റെ പട്ടാളം വന്നിട്ട് മുസ്ലിം ബിൻ അഖീലിനെ കൊല്ലും. ഇല്ല പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനോട് സത്യം ചെയ്തിട്ട് പള്ളിക്കാന്ന് പറഞ്ഞിട്ട് ആ യുവാവ് പുറത്തേക്ക് ഇറങ്ങി നേരെ പട്ടാളക്കാരോട് പറഞ്ഞു. പട്ടാളക്കാർ വന്നിട്ട് വീട് വളഞ്ഞു. വീട് വളഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വന്നു. പുറത്തേക്ക് ഇറങ്ങിയില്ല. വീട് കത്തിക്കുമെന്ന് പറഞ്ഞു. വീട് കത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാരണം ആ സ്ത്രീ പ്രയാസപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് മുസ്ലിം ബിൻ അഖീൽ പുറത്തേക്ക് ഇറങ്ങി. മുസ്ലിം ബിൻ അഖീലിനെ പരസ്യമായിട്ടാണ് കൊല്ലണത്. പരസ്യമായിട്ട് കൊല്ലുന്ന പറഞ്ഞാൽ കൂഫയിലെ ആളുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കൊട്ടാരത്തിൻ്റെ മുകളിൽ അദ്ദേഹത്തെ കയറ്റി ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹത്തെ താഴേക്ക് വലിച്ചെറിയാണ്. ആ വലിച്ചെറിയുന്ന സമയത്ത് മുസ്ലിം ബിൻ അഖീൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവേ കൂഫയിലെ ആളുകൾക്ക് നീ വേണ്ടത് നൽകണേ. ശാപവാക്ക് പ്രാർത്ഥിക്കണം. കാരണം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയ ഷിയാക്കളാണ്. എന്നാൽ ആ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ആളുകൾക്കെതിരെ ശാപവാക്ക് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ അവർ ചതിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ വിവരമൊന്നും ആരറിയണില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയണില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നു ഹിജറ 61 മുഹറം 10 അദ്ദേഹത്തെ വധിച്ചു. അദ്ദേഹത്തെ വധിച്ചതോടുകൂടി എന്ത് ചെയ്യണം, ഈ സംഭവത്തിന് ശേഷം സ്വഹാബത്തൊക്കെ ശക്തമായി കൊണ്ട് കൂഫക്കാർക്കെതിരെ തിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു സലമ കൂഫയിലെ ഷിയാക്കൾക്കെതിരെ ശാപവാക്ക് പ്രാർത്ഥിച്ചു. ഇത് അവർക്കും അറിയാം, അവരുടെ ഭാഗത്താണ് തെറ്റെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ മുഹറം 10 അന്നും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, വലിയ ആയുധങ്ങൾ കൊണ്ടും കത്തികൾ കൊണ്ടും ശരീരത്തിൽ മുറിവുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? എന്താ അതിൻ്റെ കാരണം? അന്ന് പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ രക്ഷപ്പെടുത്താൻ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല.
അപ്പൊ അതിന്റെ ഒരു ഖേദപ്രകടനം എന്നോളമാണ് അവർ ഇന്നും എന്ത് ചെയ്യണത്, എല്ലാ മുഹറം 10 അന്നും ശരീരത്തിലേക്ക് വലിയ ആയുധങ്ങൾ കൊണ്ട് മുറിവുണ്ടാക്കണം. പിന്നെ പറഞ്ഞു വന്നത്, പിന്നെ ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന വ്യക്തി തുടക്കം കുറിച്ച കക്ഷിയാണ് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇതാണ് ഷിയായിസത്തിന്റെ തുടക്കം. അപ്പോൾ ഒരിക്കലും ഷിയായിസം മുസ്ലിമീങ്ങളിൽ നിന്ന് വന്നതല്ല, ഒരു ജൂതന്റെ തലയിൽ നിന്ന് ഉദിച്ചതാണ് ഷിയായിസം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഞാൻ പറഞ്ഞു 3 പോയിന്റാണ്. ഒന്ന് ഷിയായിസത്തിന്റെ തുടക്കം, 2 ഷിയാക്കളുടെ വിശ്വാസപരമായ പിഴവുകൾ എന്താണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഷിയാക്കൾ 13ഓളം വിഭാഗങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തിലും ഏറ്റക്കുറച്ചിലുകളുണ്ട്. അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല, സ്വഹാബത്തിനോട് സ്നേഹമില്ല, വിശുദ്ധ ഖുർആനിനോട് മമതയില്ല. അവരുടെ ഒന്നാമത്തെ വിശ്വാസപരമായ പിഴവ് എന്താണെന്നറിയോ, അവരുടെ ഒന്നാമത്തെ വിശ്വാസപരമായ പിഴവ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹിയിൽ പിഴച്ചു എന്നുള്ളതാണ്. അഥവാ വഹി ലഭിക്കേണ്ടത് ആർക്കാണ്? അലിക്കാണ്. ജിബ്രീൽ മാറിയിട്ട് ആർക്ക് കൊടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത് വെറുതെ പറയല്ല. ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ മിഫ്താഹുൽ ജന്ന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ഷിയാക്കളായ ആളുകളുടെ വിശ്വാസമാണ് കാന യഅ്തഖിദു അന്ന നുബുവത ലി അലിയിൻ വ അന്ന ജിബ്രീല അഖ്തഅ ഫീ നുസൂലിഹി ഇലാ സയ്യിദിൽ മുർസലീൻ. ജിബ്രീൽ ഇറങ്ങിയ സമയത്ത് ജിബ്രീൽ തെറ്റി, അലിക്ക് കൊടുക്കേണ്ടതിന് പകരം നേരെ പോയിട്ട് ആർക്ക് കൊടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. ഇവരെ വിളിക്കുന്ന പേര് ഉറാബിയാക്കൾ എന്നാണ്. എന്താ അറബി ഭാഷയിൽ ഉറാബ് എന്ന് പറഞ്ഞാല് കാക്ക എന്നാണ്. എല്ലാ കാക്കയും ഒരേപോലെയാണ്. എല്ലാ കാക്കയും ഒരേപോലെ. ഇപ്പൊ 2 കാക്ക പിന്നെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമുക്ക് മനസ്സിലാവില്ല. അതേപോലെ നബിനി അലിനെയും കാണാൻ ഒരേപോലെയാണ്. അപ്പൊ എന്ത് ചെയ്തതാണ്, ജിബ്രീലിന് തെറ്റുപറ്റി. അങ്ങനെ ജിബ്രീൽ എന്ത് ചെയ്തതാണ്, മാറി നബിക്ക് കൊടുത്തു എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ വിശ്വാസപരമായ പിഴവ്. രണ്ടാമത്തെ തെറ്റെന്താണെന്നറിയോ, രണ്ടാമത് അവർ ഖുർആനിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് അവരുടെ ഇമാമുമാരുടെ വാക്കിനാണ്. അവരുടെ വാദപ്രകാരം ഇന്ന് നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫ് അത് സമ്പൂർണ്ണമല്ല എന്നുള്ളതാണ്. അതിനേക്കാൾ അവർ പ്രാധാന്യം കൊടുക്കുക അവരുടെ ഇമാമുമാർക്കാണ്. അവർക്ക് 12 ഇമാമുമാരുണ്ട്. ഇസ്നാ അശരിയ എന്ന് പറയുന്നൊരു വിഭാഗം തന്നെ ഉണ്ട്. ഇപ്പം അലി റളിയല്ലാഹു അൻഹു, ഹസൻ, ഹുസൈൻ, പിന്നെ അലി സൈനുൽ ആബിദീൻ, അബ്ദുള്ള, പിന്നെ ജാഫർ സാദിഖ് തുടങ്ങിയ ആളുകളൊക്കെ ഇവരുടെ ഇമാമുമാരാണ്. ഇവരുടെ ഇമാമുമാരിൽ 12ാമത്തെ ഇമാമാണ് ആര്? ഇമാം മഹ്ദി. ആ ഇമാം മഹ്ദി വന്നിട്ടുണ്ട് എന്നാണ് ഇവരുടെ വാദം. ഇമാം മഹ്ദി ഒളിവിൽ പോയിക്കാണ്, ഇനി കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ് ഇവരുടെ ഇമാമുമാരുടെ. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഇസ്ലാം കാര്യങ്ങൾ എത്രണ്ണ? 5 എണ്ണാണ്. ഷഹാദത്ത്, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഇവരുടെ ഇസ്ലാം കാര്യങ്ങൾ എത്രണ്ണാണ്? 5 എണ്ണാണ്. പക്ഷെ മാറ്റമുണ്ട്. എന്താണെന്നറിയോ, ഒന്നാമത്തെ മാറ്റം ഇവർക്ക് 1 നോമ്പ്, അതേപോലെ തന്നെ സക്കാത്ത്, പിന്നെ 1 നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, പിന്നെ വിലായത്ത്. വിലായത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇമാമുമാരെന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഷഹാദത്തില്ല അവർക്ക്. ഈ ഇമാമുമാരെ അംഗീകരിക്കുക. അവരുടെ വിശ്വാസപ്രകാരം ഈ 12 ഇമാമുമാരെന്ന് പറഞ്ഞാൽ മാസൂമിങ്ങളാണ്, അഥവാ ഒരിക്കലും തെറ്റുപറ്റാത്ത ആളുകളാണ്. ശരിക്കും മാസൂം ആര് മാത്രമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. എന്നാൽ ഇവരുടെ വിശ്വാസപ്രകാരം ഈ 12 ഇമാമുമാരും മാസൂമിങ്ങളാണ്. ഇവരുടെ ഭാഗത്ത് തെറ്റുപറ്റൂല. ഇവരെന്താണോ പറഞ്ഞത് അതാണ് ഇവർക്ക് ദീന്. ഖുർആനിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഇമാമിന്റെ വാക്കിനാണ്. ഇവരുടെ വിശ്വാസപ്രകാരം വിശുദ്ധ ഖുർആനിൽ 10,000-ഓളം ആയത്തുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അഹ്ലുസുന്നയുടെ ആളുകളാണ് ആ 10,000-ലെ ആയത്തുകളിൽ നിന്ന് ആയത്തുകളൊക്കെ കൂട്ടിമാറ്റിയത് എന്ന വിശ്വാസം ഇവർക്കുണ്ട്. ഇവരുടെ ഗ്രന്ഥമായ ഫസ്ലുൽ ഖിതാബി ഫീ തഅരീഫി കിതാബി റബ്ബിൽ അർബാബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ഖുർആൻ സമ്പൂർണ്ണമല്ല. നഊദുബില്ലാഹ്. ആലോചിച്ച് നോക്കണം, എത്ര ഗൗരവമാണ്. ഖുർആൻ സമ്പൂർണ്ണമല്ല. അതിൽ പല ആയത്തുകളും പല സൂറത്തുകളും, അഥവാ ഇവരുടെ വിശ്വാസപ്രകാരം സൂറത്തുൽ വിലായത്ത് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടുക്കണോ 114 സൂറത്തിൽ വിലായ? ഇല്ല. ഇവരുടെ വിശ്വാസപ്രകാരം അങ്ങനെ ഒരു സൂറത്തുണ്ട് എന്നാണ്. അതെന്ത് ചെയ്തു? ഈ അഹ്ലുസുന്നന്റെ ആളുകൾ അത് കൂട്ടിമാറ്റി എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഇനിയുള്ള ബാക്കിയുള്ള ഖുർആനിലെ ആയത്തുകളെ കുറിച്ചിട്ട് ഇവർക്കുള്ള അഭിപ്രായം എന്താണ്? ആ ആയത്തുകൾക്ക് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കൊടുത്ത തഫ്സീറല്ല, വിശദീകരണമല്ല ഇവർ പറയാം. ഇവർക്ക് തോന്നിയ തഫ്സീറാണ് പറയാം. ഇവരുടെ തഫ്സീറുൽ ഉമ്മി, തഫ്സീറുൽ ഖുർആൻ, ഇങ്ങനെയുള്ള തഫ്സീറുകൾ കാണാൻ കഴിയും. ഇവർക്ക് തോന്നിയ രൂപത്തിലുള്ള വിശദീകരണമാണ് ഇവർ കൊടുക്കുക. ഇനി ഷിയായിസത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക്, എല്ലാ ആളുകൾക്കല്ല, ഒരു വിഭാഗം ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വെറുപ്പ് എത്രയെന്ന് അറിയോ? ഇവരുടെ വാദപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഫാത്തിമ ബീവി മാത്രമാണ് നബിന്റെ മകള്.
ബാക്കിയുള്ളതൊന്നും ആരുടെ മക്കളല്ല, നബിൻ്റെ മക്കളല്ല എന്നുള്ളതാ. ബാക്കിയുള്ള മക്കൾ ഇപ്പോൾ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ബാക്കിയുള്ള മക്കളൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒന്നാമത്തെ ഭർത്താവിലുണ്ടായ മക്കളെന്നാണ്. ഇനി അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ എനിക്ക് വല്ലാഹി അത് പറയാൻ പേടിയുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ എത്രത്തോളം നബിയോടുള്ള വെറുപ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ നേതാവായ സയ്യിദ് അലി ഖറബി എന്ന് പറയുന്ന വ്യക്തി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ വാക്കുണ്ടെന്നറിയോ? ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ബുദ്ദ യദ്ഖുല ഫർജുഹു അന്നാർ ലിഅന്നഹു വതിഅ ബഅദൽ മുശ്രികാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാഫിറുകളായ സ്ത്രീകളുമായി കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നഊദു ബില്ലാഹ്. അങ്ങനെ കാഫിറുകളായ സ്ത്രീകളെ വ്യഭിചാരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ടത് പ്രവാചകന്റെ ജനിതാവയവം നരകത്തിലാണ് എന്ന് വാദിക്കുന്ന ആളുകളാണ് ഷിയാക്കളായ ആളുകൾ. എത്രത്തോളം അബദ്ധമാണ്! വിശ്വാസപരമായ ഒരു മുസ്ലിമിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വാദങ്ങളാണ് അവർക്കുള്ളത്. മൂന്നാമത് അവരുടെ വാദം എന്താണെന്നറിയോ? വിശ്വാസപരമായ പിഴവ് സ്വഹാബിമാർ മുഴുവനും കാഫിറുകളാണെന്നാണ്. എല്ലാ സ്വഹാബത്തും കാഫിർ. കാരണം എന്താണ്? ഇന്നൽ ഖിലാഫത കാനത് ഹഖൻ ലി അലിയിൻ. കാരണം ഖിലാഫത്ത് ആർക്ക് കിട്ടേണ്ടത്? അലിക്കാണ് കിട്ടേണ്ടത്. അപ്പോൾ അലിക്ക് പകരം അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഇവർക്ക് കൊടുത്തു. അതുകൊണ്ട് ആ നൽകിയതിനെ സ്വഹാബത്ത് അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ സ്വഹാബിമാരും കാഫിറുകളാണ് എന്നുള്ളതാണ്. ആയത്തുല്ലാ റൂഹുല്ലാൽ ഹുമൈനി എന്ന് പറയുന്ന വ്യക്തിൻ്റെ വാദം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ എവിടൊക്കെ മുനാഫിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ അർത്ഥം സ്വഹാബത്താണെന്നാണ്. എവിടെ ഖുർആനിൽ മുനാഫിക്ക് എന്ന് പറഞ്ഞോ അതിനൊക്കെ അവിടൊക്കെ സ്വഹാബിമാരാണ് എന്നുള്ളതാണ്. എല്ലാ സ്വഹാബത്തും മുനാഫിക്കാണ്, കാഫിറാണ്, മുർത്തദാണ് എന്ന് വിശ്വസിക്കുന്നവർ. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ ഇവർ കാഫിറുകളാണ്. ഇനി എത്രത്തോളം വലിയ വാദം എന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ്. നഊദു ബില്ലാഹ്. അങ്ങനെ വാദിക്കുന്ന ആളുകളാണ്. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് ഇവരെ കുറിച്ച് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? അല്ലദീ യസ്തുമു അസ്ഹാബൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ലഹും സഹ്മുൻ ഔ ഖാല നസീബുൻ ഫിൽ ഇസ്ലാം. അഥവാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ ചീത്ത വിളിക്കുന്നവർക്ക് ദീനിൽ ഒരു ഓഹരി ഇല്ല എന്നാണ് ഇമാം മാലിക് പറഞ്ഞത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിനെ പച്ചക്ക് ചീത്ത വിളിക്കുന്ന ആള്, അത് ഏറ്റു പറയാൻ നമ്മുടെ നാട്ടിലെ ചില ആളുകളും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയോട് അദ്ദേഹം പറയാണ്, നിങ്ങൾ ജൂതന്മാരായ ആളുകളോട് ചോദിക്കണം, മൻ ഖൈറു അഹ്ലി മില്ലത്തിക്കും, ജൂതന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഉത്തമ തലമുറ ആരാണ്? അവരെന്താ മറുപടി പറയാന്നറിയും? അവർ പറയും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ് ജൂത സമൂഹത്തിലെ ഏറ്റവും ഉത്തമ തലമുറ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വീണ്ടും പറയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളായ ആളുകളോട് ഈ ചോദ്യം ചോദിക്കണം, ഏറ്റവും നല്ല ഉത്തമ തലമുറ ആരാണ്? അവർ പറയും, ഈസാ നബിൻ്റെ കൂടെ ജീവിച്ച ആളുകളാണ് ഏറ്റവും ഉത്തമ തലമുറ. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള ഷിയാക്കളായ ആളുകളോട് ചോദിക്കാണ്, മൻ അശറുൻ അഹ്ലി മില്ലത്തിക്കും, ഈ സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ട സമൂഹം ആരാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിനെയാണ്. അവരാണ് ഏറ്റവും മോശപ്പെട്ട ജനത എന്ന് പറയാം. അപ്പം നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരൻ അബൂ താലിബ് മുസ്ലിമല്ല. പക്ഷെ ഇവരുടെ വിശ്വാസപ്രകാരം അബൂ താലിബ് മുസ്ലിമാണ്. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു കാഫിറാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ള അവരുടെ അഭിപ്രായം എന്താണ്? അബൂ ഹുറൈറ ജൂതന്മാരിൽ നിന്ന് പണം വാങ്ങിയിട്ട് സ്വന്തമായിട്ട് കള്ള ഹദീസ് ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഇവരുടെ വാദപ്രകാരം. മുആവിയ റളിയല്ലാഹു അൻഹു കള്ളുകുടിയനാണ് വാദിച്ച ആളുകളാണ്. അദ്ദേഹം സ്വഹാബിമാരെ 40,000-ഓളം വരുന്ന സ്വഹാബിമാരെ കൊന്നു തള്ളിയിട്ടുണ്ട് എന്ന വിശ്വാസക്കാരാണ്. ആരെ പ്രിയപ്പെട്ടവരെ? മുആവിയ. പല ആളുകൾക്കും മുആവിയ റളിയല്ലാഹു അൻഹു, ഇന്ന് നമ്മുടെ കേരളത്തിൽ ചില ആളുകൾ പോലും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തള്ളുന്നുണ്ട്. ആരാ മുആവിയ റളിയല്ലാഹു അൻഹു? ചില ഉലമാക്കളായ ആളുകളോട് ചോദിക്കുന്നുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹുവിനാണോ ഉമർ ബിൻ അബ്ദുൽ അസീസിനാണോ സ്ഥാനമുള്ളത്? അപ്പോൾ അതിന് ഉലമാക്കൾ കൊടുത്ത മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രവാചകന്റെ കൂടെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്കിൽ കയറിയ പൊടിയില്ലേ, ആ ഒട്ടകത്തിൻ്റെ മൂക്കിൽ കയറുന്ന പൊടി, അതിൻ്റെ സ്ഥാനം പോലും ആയിരിക്കില്ല ഉമർ ബിൻ അബ്ദുൽ അസീസിന്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം കുറക്കല്ല, പക്ഷേ അതിനേക്കാൾ സ്ഥാനം ഉണ്ട് ആർക്ക്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബി മുആവിയ.
ഈ മുആവിയക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഖാലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമ്മാവൻ എന്നറിയപ്പെട്ട സ്വഹാബിയാണ്. അഥവാ നബിന്റെ ഭാര്യ ഉമ്മു ഹബീബയുടെ സഹോദരനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. വഹി എഴുതി വെക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കുതാബുൽ വഹിയിൽപ്പെട്ട ആളാണ് മുആവിയ. ആദ്യമായി കൊണ്ട് ഇറങ്ങിയ നാവിക സേനയുടെ അമീറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു ജൈശിൻ മിൻ ഉമ്മത്തി യഗ്സൂനൽ ബഹ്റ ഖദ ഔജബു. ആദ്യമായി കൊണ്ട് നാവിക സേന കടലിൽ പോയി യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് നിർബന്ധമാണ്. എന്ത് നിർബന്ധ? സ്വർഗ നിർബന്ധമാണ്. ആദ്യമായി കൊണ്ട് നാവിക സേന ഇറങ്ങിയ കൂട്ടത്തിൽ അതിന്റെ അമീർ ആരാ? മുആവിയ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഈ മുആവിനെയാണ് അവരെന്ന് പറയുന്നത് കാഫിർ എന്നുള്ളത്. നഊദു ബില്ലാഹ്. ഇനി നമുക്കൊക്കെ അറിയാം, ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കണതാരാ? അബൂ ലുഅ്ലുഅത്തുൽ മജൂസിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സുബൈ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. സ്വഹാബത്ത് പറയാണ്, ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് യൂസുഫാണ് ഓതുന്നത്. സമയത്ത് നശീജഹു മിൻ ബറാഇ സുഖൂഫ്. ഉമറിന്റെ തേങ്ങൽ, ഉമറിന്റെ കരച്ചിൽ പുറകിലുള്ള സ്വഹാബക്കൾക്ക് വരെ കേൾക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മജൂസി കുത്തിയിട്ടാണ് ആര് മരിക്കണത്? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തടുക്കാൻ വേണ്ടി 13ഓളം സ്വഹാബത്ത് മുമ്പിലേക്ക് നിന്നു. ആ 13ഓളം സ്വഹാബത്തും ഷഹീദായി. മസ്ജിദുൽ നബവിയിൽ വെച്ചിട്ട് പുറകിലുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക് നിർത്തി. നിസ്കാരം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇമാമ നിന്ന് നിസ്കാരം പൂർത്തീകരിച്ചു. ബോധം കിട്ടിയപ്പോൾ ഉമറിന്റെ ചോദ്യം, സ്വഹാബ എന്നെ കുത്തിയത് ആരാ എന്നല്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച, സ്വഹാബ നിങ്ങൾ നിസ്കാരം പൂർത്തീകരിച്ചോ? ഉമർ ഞങ്ങൾ പൂർത്തീകരിച്ചു, നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിലെ വൈദ്യന്മാര് പാലും മരുന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് കൊടുക്കാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ വാപ്പാൻ്റെ വയറ്റിലൂടെ അതിങ്ങനെ പോണ സമയത്ത് വയറിൻ്റെ ഭാഗത്തുണ്ടായ മുറിവിലൂടെ അത് പുറത്തേക്ക് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ കുറച്ച് സമയമെങ്കിലും എൻ്റെ ഉപ്പാൻ്റെ വയറ്റിൽ ആ മരുന്ന് നിൽക്കാൻ വേണ്ടി, പാല് നിൽക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൈ കൊണ്ട് വാപ്പാൻ്റെ വയറ്റിലൊന്ന് പൊത്തിപ്പിടിച്ചു. ആ പൊത്തിപ്പിടിച്ച സമയത്ത് എൻ്റെ കയ്യെ വാപ്പാൻ്റെ വയറിൻ്റെ ഉള്ളിലേക്ക് പോയി. ഒരു തുണി കൊണ്ടുവന്ന് ആ തുണി വയറിൻ്റെ ഭാഗത്ത് മുറുക്കി കെട്ടി ഈ തപ്പന തടിയിൽ ചാരി ഇരുന്ന് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരം പൂർത്തീകരിച്ചു. എന്നിട്ടാണ് ആര് മരിക്കണത്? ഉമർ റളിയല്ലാഹു അൻഹു മരിക്കണത്. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അബൂ ലുഅ്ലുഅത്തുൽ മജൂസി ഈ ശിയാക്കളുടെ വാദം എന്താണെന്നറിയോ? ബാബാ ഷഹീദ് എന്നാണ് ഇയാളെ വിളിക്കുക. അബൂ ലുഅ്ലുഅത്തുൽ മജൂസിനെ അവർ വിളിക്കുന്ന പേര് ബാബാ ഷഹീദ്. അയാളുടെ ഖബറൊക്കെ ഇന്ന് ചില നാടുകളിലൊക്കെ ഉണ്ട്, അതിന് വലിയ പൂരിശൊക്കെ കൽപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ അബൂ ലുഅ്ലുഅത്തുൽ മജൂസിന്റെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആളുകളാണ് ഈ വിഭാഗം ആളുകൾ. എത്രത്തോളം സ്വഹാബത്തിനോട് വെറുപ്പുണ്ടെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 3 പോയിന്റാണ്. ഒന്ന് ഷിയായിസത്തിന്റെ തുടക്കം, ഒന്ന് ഷിയാക്കളായ ആളുകളുടെ വിശ്വാസപരമായ പിഴവ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാണ്. ഷിയായിസത്തിന്റെ അപകടം. ഒരാൾ ഷിയായാലേ എന്താ പ്രശ്നം? ഷിയായിസം സ്വീകരിച്ചാലുള്ള പ്രശ്നം എന്താ നമുക്കറിയാം. ഒരാൾ ഖാദിയാനിസം സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ ചേകന്യൂസം സ്വീകരിച്ചാൽ അതുമൂലം നഷ്ടം അയാൾക്ക് മാത്രമാണ്. ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഇസങ്ങൾ ഒരാൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നഷ്ടം അയാൾക്ക് മാത്രമാണ്. അയാളുടെ വിശ്വാസപരമായ പിഴവ് സംഭവിച്ചു, അയാളുടെ പരലോകമാണ് നഷ്ടമാകുന്നത്. അതല്ലാതെ നമ്മളെ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യണില്ല, ഇതുമൂലമൊന്നും പ്രശ്നമില്ല. എന്നാൽ ഒരു മനുഷ്യൻ ഷിയ ആയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അവരുടെ വിശ്വാസപ്രകാരം സുന്നികളെ, സുന്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ സുന്നി മുജാഹിദ് ജമാഅത്തല്ല, ഇസ്ലാമിക ലോകത്ത് ഷിയാക്കളല്ലാത്ത എല്ലാ വിഭാഗം ആളുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് സുന്നി, അഹ്ലു സുന്ന എന്നുള്ളത്. അപ്പോൾ ഈ സുന്നികളായ ആളുകളെ അവരുടെ വിശ്വാസപ്രകാരം കൊല്ലുക എന്നുള്ളത് പുണ്യാണ്. ഷിയാക്കളുടെ വിശ്വാസമാണ്. ഷിയാക്കളുടെ ഏറ്റവും വലിയ മുഫസ്സിറായ അലി ബിൻ ബാബവൈഹി അൽ കുമ്മി എന്ന് പറയുന്ന വ്യക്തിയുടെ ഗ്രന്ഥമായ ഇലലു ഷറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഷിയാക്കളുടെ 4ാമത്തെ ഇമാമായ ജഅഫർ സാദിഖിനോട് ചോദിക്കാണ്, മുസ്ലിമീങ്ങളെ കൊല്ലുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞില്ല 12 ഇമാമെന്ന്, അതിലെ 4ാമത്തെ ഇമാമായ ജഅഫർ സാദിഖിനോട് ചോദിക്കാണ്, മുസ്ലിമീങ്ങളെ അഥവാ സുന്നികളെ, അഹ്ലുസുന്നയുടെ ആളുകളെ കൊല്ലുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിനെ ആ മനുഷ്യൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഹലാലുൻ, അനുവദനീയം. എന്നാൽ അദ്ദേഹം അതിൽ ചേർത്തി പറയാണ്, ഇനി ഒരു കാര്യം ചെയ്യണം, നേർക്ക് നേരെ കൊല്ലരുത്. സുന്നികളായ ആളുകളെ നേർക്ക് നേരെ കൊല്ലരുത്. അതിന് പകരം എന്ത് ചെയ്യുക, അവരുടെ മേലേക്ക് ഒരു മതിൽ തള്ളിയിട്ടിട്ടോ, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിക്കൊന്നിട്ടോ, അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ പുറത്ത് അവരെ തള്ളിയിട്ടിട്ടോ നീ കൊല്ല. എങ്കിൽ ആളുകൾ നിന്നെ തെറ്റിദ്ധരിക്കുകയില്ല. അവരുടെ കിതാബിൽ എഴുതിയതാ. അത്രത്തോളം ഷിയാക്കളായ ആളുകൾക്ക് വെറുപ്പ് സുന്നികളോടാണ്. അതേപോലെ തന്നെ
ഇവരുടെ ഏറ്റവും വലിയൊരു പ്ലാനിങ് എന്താണെന്നറിയോ? ഇനി പിന്നെ സൗദി അറേബ്യയും ബാക്കിയുള്ള നാടുകളൊക്കെ പിന്നെ അവരുടെ കൈകളിലേക്ക് വന്നാൽ അവരുടെ പ്ലാനിലുള്ളത് മസ്ജിദുൽ നബവിയും മസ്ജിദുൽ ഹറാമും അവർ പൊളിക്കും. അവരുടെ പ്ലാനിലുള്ളതാണ്. അവരുടെ 50 വർഷത്തെ ഒരു പ്ലാനുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ കാഫിറുകളായ 2 സ്വഹാബിമാരുടെ ഖബർ ഒഴിവാക്കുന്ന അവരുടെ വാദം. കാഫിർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? അവരെ അബൂബക്കർ, ഉമർ. ഇവർ 2 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലാണ്. ഇവരുടെ 2 പേരുടെയും ഖബർ എന്ത് ചെയ്യും? അവിടുന്ന് കുഴിച്ചു മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവരുടെ വിശ്വാസം അവിടേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത്തരത്തിലുള്ള ആളുകളെ വെള്ളപൂശാനാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ചില കാസിമിമാരും സിഹംസ സാഹിബുമാരും പരിശ്രമിക്കണതെങ്കിൽ ഷിയാക്കളുടെ വിശ്വാസങ്ങൾ അത് പരിഭാഷപ്പെടുത്തി പുസ്തകങ്ങളാക്കി ആളുകൾക്കിടയിൽ ഇവരുടെ വിശ്വാസം കൊണ്ടുവരുന്ന രീതി ഇത്തരം ആളുകളുടെ ഒളി അജണ്ടകളാണ്. നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ചെയ്തു വരുന്ന ഒരു രീതിയില്ലേ, അത് പലപ്പോഴും ഈ ഷിയാക്കളായ ആളുകളുടെ വിശ്വാസത്തിൽ നിന്ന് കടമെടുത്തതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ 40 ഇല്ലേ, ഒരാൾ മരിച്ച 40, ഇത് ആരുടെ വിശ്വാസമാണ്? ഇത് ആരുടെ പിന്നെ ഭാഗത്ത് നിന്ന് വന്ന? ഷിയാക്കളായ ആളുകളിൽ നിന്ന് വന്നാണ്. അഥവാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ മരണപ്പെട്ട ഭാഗത്തേക്ക് 40 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരി പോകുന്നുണ്ട്. ഉമ്മ കുൽസും എന്ന് പറയുന്ന സ്വഹാബി വനിത അവൾ ആ ഭാഗത്തേക്ക് ചെല്ലുന്നുണ്ട്. അവർക്ക് രോഗമായിരുന്നു. 40 ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗം മാറിയത്. അപ്പോൾ ആ 40 ദിവസങ്ങൾക്ക് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട കർബലയിലേക്ക് പോയപ്പോൾ ഇതിന് തെളിവെടുത്തിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരാൾ മരിച്ചാൽ 40 ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല ആളുകളും ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ ഇത്തരം ഷിയാക്കളുടെ ആഘോഷങ്ങളാണ്. ഇതിനെതിരെ ശക്തമായി കൊണ്ട് പ്രതികരിക്കണം. മൗനികളായി നിൽക്കാൻ പാടില്ല. ഉലമാക്കളായ ആളുകൾ പറഞ്ഞു, അക്രമിയുടെ അക്രമത്തെക്കാൾ വലിയ ഫിത്ന അറിവുള്ളവന്റെ മൗനമാണ്. ആ വാക്കൊന്ന് അടിവരട്ടോളി. അക്രമിയുടെ അക്രമത്തെക്കാൾ വലിയ ഫിത്ന അറിവുള്ളവന്റെ മൗനമാണ്. മൗനികളാകരുത്. സംസാരിക്കേണ്ട ഭാഗങ്ങളിൽ സംസാരിക്കണം, പ്രതികരിക്കേണ്ട ഭാഗങ്ങളിൽ പ്രതികരിക്കണം. എന്തിനാണ് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എടുക്കണം? സ്വാഭാവികമാണ്, സംശയം ഉണ്ടാകും. ഇതിപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് പഠിക്കുക? ഈ ഷിയായിസത്തെ കുറിച്ച് നമ്മൾ പിന്നെ എപ്പോഴാണ് പഠിക്കുക? നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇത്തരം ആളുകളുടെ വാദങ്ങൾ. ആ വാദങ്ങളിൽ ഒന്നും ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിശ്വാസമാണ് ഷിയാക്കളുടെ വിശ്വാസം. അതേറെ ഗൗരവത്തിൽ നമ്മൾ കാണണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 13ഓളം വിഭാഗങ്ങളുണ്ട്. എല്ലാ ആളുകൾക്കും ഒരേ വിശ്വാസം എന്നല്ല. ആ വിശ്വാസത്തിലൊക്കെ എന്തുണ്ട്? ഏറ്റക്കുറച്ചിലുകളുണ്ട്. എന്തായാലും അവരുടെ അടിസ്ഥാനം അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ തുടക്കം കുറിച്ചതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയുന്ന കാര്യങ്ങളുടെ ഗുണപാഠങ്ങൾ ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാനും പറയുന്നതിലേക്കും കേൾക്കുന്ന നിങ്ങൾക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹിദായത്തിലായിക്കൊണ്ട് ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തിൽ ഫിർദൗസിൽ മാതാപിതാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. إلى العلم من نبعه ونجني ثمارا تغذي الخيال، فسرنا سويا على طاعة لنلقى رضا الله في كل حال.